ഗ്രഹവിചാരകന്മാർക്ക് കീഴ്പ്പെടുന്നത് എന്തിനാ? ഈ കുഞ്ഞ് വളർന്നു വന്നിട്ട് ഓണറാണെന്നൊന്നും ഓർത്തിട്ടല്ല. കൊച്ചെന്തെങ്കിലും മണ്ടത്തരം കാണിച്ച ജോലിക്കാർ ചിലപ്പോൾ ശാസിച്ചെന്ന് വരും. എന്തേലും ഈ കുഞ്ഞിന് പറ്റിയാൽ ഉത്തരവാദിത്തം പറയേണ്ടത് ആരാ? അമ്മേൻ കുഞ്ഞിനെ ജോലിക്ക് പോകുമ്പം ബേബി സിറ്റിയിലൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നവരുണ്ട്. ചിലപ്പോൾ കുസൃതി കൂടുമ്പോൾ ചിലപ്പോൾ വഴക്ക് പറഞ്ഞിരിക്കും അല്ലേ. കൊച്ചെന്തേലും കുസൃതി കാണിച്ച് തല പൊട്ടിച്ചോ കയ്യോ കാലോ പൊട്ടിച്ചോ വെച്ച് കഴിഞ്ഞാൽ അപ്പനും അമ്മയും വരുമ്പം ചോദിക്കും, നിങ്ങളുടെ നോട്ടം ശരിയായില്ല. കുഞ്ഞിന്റെ ആരോഗ്യം കുറയരുത്. കുഞ്ഞിനൊരു പോറൽ പോലും വരാതെ സൂക്ഷിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ് ഗ്രഹവിചാരകന്മാർ. നമ്മെ സ്വർഗീയ പിതാവ് ഈ ഭൂമിയിൽ തന്റെ സഭയിലാക്കി വെച്ചിരിക്കുന്നത് ഗ്രഹവിചാരകത്വത്തിന് കീഴില. എബ്രായ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളെ നടത്തുന്നവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ അവർ നല്ല മനസ്സോടെ കണക്ക് പറയുവാൻ നിങ്ങളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ അനുഗ്രഹിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹം വരുന്നത് ആത്മാവിനെ അനുസരിച്ച് ആ ട്രാക്കിലൂടെ പോകുമ്പോൾ ഒരുവന്റെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതലായി തീരുവാനിടയാകും. അവൻ അവകാശത്തിലേക്ക് എത്തുവാനിടയാകും.